ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഈസിയാണ്, അതുകൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് ഉണ്ടാക്കാനുള്ള വീഡിയോ ഞാൻ ഒരു ഇത്താടെ റീലിൽ കണ്ടതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിനുശേഷം 2 സവാള കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് വരണ്ട. ഇനി ഇതിലേക്ക് 3 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു ഇഞ്ചി പീസും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും കാഷ്നട്ട് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അരപ്പിന് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട 2ആയിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടെ തിളച്ചിട്ട് നമുക്കത് ഇറക്കി വയ്ക്കാവുന്നതാണ്.